തന്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയാണ് തന്നെ വഞ്ചിച്ചതെന്ന പ്രസ്താവനയുമായി സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിക്കുകയും പിന്നീട് തള്ളിപ്പോവുകയും ചെയ്ത നീലേഷ് കുംഭാനി. പത്രിക തള്ളിപ്പോയതിനെ തുടർന്ന് സൂറത്തിൽ നിന്ന് അപ്രത്യക്ഷനായ കുംഭാനി 20 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. പിന്താങ്ങിയവരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക തെളിയത്. എന്നാൽ ഇക്കാര്യം തനിക്കറിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാദം. ഞാൻ വഞ്ചിച്ചെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. 2017 കാമരേജ് നിയമസഭാ സീറ്റ് അവസാന നിമിഷം നിഷേധിച്ച് പാർട്ടിയാണ് എന്നെ ആദ്യമായി വഞ്ചിച്ചത്, ഞാനല്ല. കോൺഗ്രസ് ആണ് ആദ്യം തെറ്റ് ചെയ്തത്. സ്വയം പ്രവർത്തിക്കുകയോ മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയോ ചെയ്യാത്ത 5 സ്വയം പ്രഖ്യാപിത നേതാക്കളാണ് പാർട്ടിയെ ഇവിടെ നയിക്കുന്നത്. ഇതിൽ പ്രവർത്തകർ അസംതൃപ്തരാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ AAP നേതാക്കൾക്കൊപ്പം പ്രചാരണത്തിനിറങ്ങിയ എന്നെ ഈ നേതാക്കൾ എതിർത്തു, കുംഭാനി ആരോപിച്ചു. പത്രിക തള്ളിയതോടെ കേസ് കൊടുക്കാൻ അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടതാണെന്ന് കുംഭാനി പറയുന്നു. പക്ഷേ തന്നെ കോൺഗ്രസ് നേതാക്കൾ കുറ്റക്കാരനാക്കിയതിനാൽ ആ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പരേഷ് ധനാനിയോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നത്. പാർട്ടി തന്നെ മത്സരത്തിനിറക്കിയ സ്വതന്ത്രർ പിൻവാങ്ങിയില്ലെങ്കിൽ സൂറത്തിൽ മത്സരം ഉണ്ടാകുമായിരുന്നുവെന്നും കുംഭാനി പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോവുകയും BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ കുംഭാനിയെ സൂറത്തിൽ നിന്ന് കാണാതാവുകയായിരുന്നു. പിന്നാലെ കോൺഗ്രസ് അദ്ദേഹത്തെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമായിരുന്നു ഇത്തവണ സൂറത്തിൽ സംഭവിച്ചത്. പലതരത്തിലുള്ള നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ച സൂറത്ത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് രാജ്യത്ത് വഴി തുറന്നത്. ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയായിരുന്നു തള്ളിയത്. അതിന് പിന്നാലെ BSP സ്ഥാനാർത്ഥിയും ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു. ഇതോടെയാണ് രാജ്യം ഒന്നടങ്കം ആ അപൂർവ കാഴ്ച കാണുന്നത്. BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ തെരഞ്ഞെടുപ്പിന് മുൻപേ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മുകേഷ് ദലാലിന്റെ ഈ ദുരൂഹ വിജയത്തിന് പിന്നിൽ BJP ആണെന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. മെയ് 7-ന് വോട്ടെടുപ്പ് നടന്ന ഗുജറാത്തിൽ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ തന്നെ BJP അക്കൗണ്ട് തുറന്നിരുന്നു. സൂറത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാലാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പത്രികാ സമർപ്പണം പൂർത്തിയായതിനു പിന്നാലെ തുടങ്ങിയ നാടകീയ നീക്കങ്ങളാണ് മുകേഷ് ദലാലിനെ വിജയത്തിലെത്തിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നീലേഷ് കുംഭാനിയെ പിന്താങ്ങിയ 3 പേർ തങ്ങളുടെ ഒപ്പ് വ്യാജമായി നീലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലം നൽകിയായിരുന്നു പിന്മാറിയത്. ഇതാണ് നാടകീയ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചതും. പിന്നാലെ നീലേഷ് കുംഭാനിയുടെ പത്രികയും തള്ളി. ഒപ്പം കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ സുരേഷ് പടസലയും സമാന രീതിയിൽ പുറത്തായി. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിന്മാറിയതോടെ മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു.